ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കേരളം കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മികച്ച പ്രീസെയിൽ കളക്ഷൻ, മികച്ച ട്രാക്കിംഗ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മേഖലകളിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലാണല്ലോ സിനിമയ്ക്ക് ഏറ്റവും മികച്ച ബുക്കിംഗ് ആദ്യ ദിവസം മുതൽ തന്നെ നടക്കുന്നത്. ഇപ്പോഴത്തെ കർണാടകത്തിൽ മാത്രം സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 2 കോടി കടക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു ആവേശകരമായ റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനം കൂടിയായ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ എമ്പുരാൻ എന്ന സിനിമ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. മാർച്ച് 27-ാം തീയതി എമ്പുരാനോടൊപ്പം ഒരു തമിഴ് സിനിമ കൂടി, വലിയ സിനിമ കൂടി ക്ലാഷ് റിലീസായിട്ട് എത്തുന്നു. അത് ചെയ്യാൻ വിക്രം നായകനെ എത്തുന്ന വീരാധീര സൂരൻ എന്ന സിനിമയാണ്. എന്നിട്ട് ഇപ്പോഴത്തെ അതേ വീരാധീര സൂരനെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് എമ്പുരാൻ മറികടന്നിരിക്കുന്നു, അതും മികച്ച മാർജിനിൽ എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. എമ്പുരാന്റെ തമിഴ്നാട് പ്രീസെയിൽ 58 ലക്ഷം കടന്നിരിക്കുകയാണ്. 181 ഷോകളിൽ നിന്നുള്ള ട്രാക്കിംഗ് കളക്ഷൻ വെച്ചാണ് 58 ലക്ഷത്തിലേക്ക് എമ്പുരാൻ എത്തപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിക്രം സിനിമയ്ക്ക് വീരാധീര സൂര്യന് 21 ലക്ഷം രൂപ മാത്രമാണ്. എമ്പുരാനേക്കാൾ കൂടുതൽ ഷോകൾ ഉണ്ടായിരുന്നിട്ടും തമിഴ്നാട്ടിലെ നിലവിൽ പ്രീസെയിൽ കളക്ഷൻ, അവിടുത്തെ പ്രമുഖ ട്രാക്കേഴ്സ് റിപ്പോർട്ടാണ് ഇത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ വിക്രമിന്റെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും എമ്പുരാൻ എന്ന സിനിമ ഭീഷണിയാകുന്നു ആദ്യ ദിവസത്തെ പ്രീസെയിൽ കൊണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തോട് കൂറുള്ള നടൻ, ഒപ്പം തന്നെ മലയാളികൾക്ക് ഇഷ്ടമുള്ള നടനെല്ലാം തന്നെയാണ് വിക്രമെങ്കിൽ പോലും കഴിഞ്ഞ കുറേയധികം സിനിമകൾ അദ്ദേഹത്തിന്റെ പൊന്നിയിൻ സെൽവൻ സീരീസ് മാറ്റി നിർത്തിയാൽ വൻ പരാജയങ്ങൾ നേരിട്ടുള്ള സിനിമകളാണ്. ഒരു വിജയമെങ്കിലും അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ആ വിജയം ഈ വീരാധീര സൂരൻ എന്ന സിനിമയുടെ പ്രീ റിലീസ് കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലൂടെ നേടിയെടുക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്നാൽ എമ്പുരാന്റെ ക്ലാഷ് റിലീസ് സിനിമയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. നമ്മുടെ കേരളത്തിലടക്കം മലയാളത്തിൽ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവാണ് വീഡിയോസ് നിർമ്മിക്കുന്നത് എന്ന് ശ്രദ്ധേയം. എന്നിട്ടും എന്തുകൊണ്ട് എമ്പുരാൻ പോലൊരു വലിയ സിനിമയുടെ പാനന്തൻ സിനിമയുടെ വീഡിയോസ് ക്ലാഷ് വെച്ചോ, അതിൽ ഉറച്ചു നിന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. ഇതിനിടയിലെ വീഡിയോസിന്റെ ആദ്യ ദിവസത്തെ ആദ്യ ഷോ എല്ലാം തന്നെ അവിടുത്തെ പ്രമുഖ തിയേറ്ററിൽ മാറ്റി എമ്പുരാന്റെ ഡിമാൻഡ് കണ്ട് എമ്പുരാന് ഷോ അനുവദിക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലടക്കം എമ്പുരാൻ സ്വീകാര്യത നേരിടുത്ത് വരികയാണ്. കേരളത്തിൽ എന്തായാലും വീഡിയോസിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് ഉറപ്പാണ്. നാളെ 24-ാം തീയതി ഇവിടെ കേരളത്തിലെ സിനിമയ്ക്ക് പ്രൊമോഷൻ നടക്കുന്നുണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. എമ്പുരാന്റെ ഓഫ്ലൈൻ പ്രൊമോഷൻസ് അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിലും നടക്കുന്നുണ്ട്. എന്തായാലും എമ്പുരാന് തമിഴ്നാട്ടിൽ കൂടുതൽ കരുത്താർജിക്കാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കുക കൂടുതൽ ഇതുപോലുള്ള അടുത്ത മണിക്കൂറുകളിലെ അടുത്ത വമ്പൻ എമ്പുരാൻ വാർത്തകൾ, നേട്ടങ്ങൾ അറിയാനായിട്ട്.